أعوذ بالله من الشيطان الرجيم وللرجال عليهن درجة والله عزيز حكيم 228-ാമത്തെ വചനം തന്നെയാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മളിപ്പം ഈ വചനം 7 ദിവസമായി ഇത് വിശദീകരിക്കുന്നു. 8-ാമത്തെ ദിവസമാണ്. അവസാന ഭാഗം എന്താണ്? വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലെ അല്ലെങ്കിൽ തുല്യത എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. തുടർന്ന് അള്ളാഹു പറയുന്നത് വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു ദറജയുണ്ട്, ഒരു ഗ്രേഡ്, ഒരു സ്ഥാനം അധികമുണ്ട്. നോക്കൂ, വളരെ ശ്രദ്ധിക്കണേ. ദറജ എന്നാ പറഞ്ഞത്, ദറജാത്ത് എന്നല്ല. ഒറ്റ ഗ്രേഡേ അധികമുള്ളൂ. ഒരുപാട് വ്യത്യാസമല്ല സ്ത്രീയും പുരുഷനും തമ്മിൽ. അങ്ങനെ ആരും വിചാരിക്കണ്ട ഭയങ്കര വ്യത്യാസമുണ്ട്. ഇല്ല. വലിർരിജാലി അലൈഹിന്ന ദറജ, ഒരൊറ്റ ദറജ. അതാണ് എത്ര മനോഹരമാണ് ആ വ്യത്യാസം അല്ലേ. ഒറ്റ ചെറിയ സംഗതി. ആ ഒരു ദറജയിലേക്ക് സ്ത്രീ എത്തൂല, മനസ്സിലായി? അല്ലെങ്കിൽ പുരുഷനുള്ള ആ ഒരു ഗ്രേഡിനെ അതിജയിക്കാൻ സ്ത്രീക്ക് കഴിയില്ല. ഇസ്ലാമിക കുടുംബ സംവിധാനം അതാണ്. സുന്ദരമായ ആരോഗ്യപരമായ ഇസ്ലാമിക കുടുംബ സംവിധാനം, അതിൻ്റെ ആരോഗ്യം നിലകൊള്ളുന്നത് പുരുഷനുള്ള ഈ ഒരു ഗ്രേഡിലാണ്. സ്ത്രീക്ക് പുരുഷനേക്കാളുള്ള ഒറ്റ ഗ്രേഡിൽ. ഒരിക്കലും സ്ത്രീ എന്ത് ചെയ്യരുത്? സ്ത്രീ കരുതരുത് കുടുംബത്തിൽ ഞാൻ പുരുഷനോളം തുല്യതയുള്ളവനാണ് എന്ന് കരുതരുത്. ഏത് തുല്യത എന്ന് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വചനം വിശദീകരിച്ചോ പറഞ്ഞു. മനുഷ്യൻ എന്ന നിലക്കുള്ള തുല്യതയല്ല പറയുന്നത്, പ്രകൃതിപരമായ വൈജാത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യപരമായ തുല്യത ഒരു സംശയവുമില്ല. സ്ത്രീയും പുരുഷനും മനുഷ്യനാണ്. മുമ്പുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങളുടെയോ പുരാണങ്ങളുടെയോ ആളുകൾ പറയുന്നത് പോലെയല്ല. മനസ്സിലായില്ലേ? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് ഒരു ഗ്രേഡ് കൂടുതൽ? അത് കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയ സംവിധാനമാണ്, ഒരു വലിയ സ്ഥാപനമാണ്. ഒരുപാട് മെമ്പേഴ്സുള്ള ഒരു സ്ഥാപനം. ഒരുപാട് മെമ്പേഴ്സുള്ള ഈ കുടുംബം എന്ന സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ലീഡർ വേണം. ആ ലീഡറുടെ ലീഡർഷിപ്പ്, നേതൃത്വം എല്ലാവരും അംഗീകരിക്കണം. മനസ്സിലായി? അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു കുടുംബം, ആ കുടുംബമെന്ന സ്ഥാപനത്തിലെ ലീഡർഷിപ്പ്, ലീഡർ ആരായിരിക്കണം? പുരുഷനായിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈ ദറജ എന്ന് പറഞ്ഞത്, ഒരു പദവി എന്ന് പറഞ്ഞത് അതാണ്. ഈ പദവി യഥാർത്ഥത്തിൽ പുരുഷന് വെറുതെ കൊടുത്തതല്ല, അതുകൂടി മനസ്സിലാക്കണം. ഈ പദവി പുരുഷന് വെറുതെ കൊടുത്തതല്ല, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണത് കൊടുത്തിട്ടുള്ളത്. ഭാരിച്ച ഉത്തരവാദിത്തം, ചെറിയ ഉത്തരവാദിത്തമല്ല. ഒരു ഗ്രേഡേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ഉത്തരവാദിത്തം ഭാരിച്ചതാണ്. അത് അള്ളാഹു സൂറത്തുൻ നിസാ അതിലെ 34-ാം വചനത്തിൽ പറയുന്നുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. 2 കാരണങ്ങളാണ് പറഞ്ഞത്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാകുന്നു. അതാണ്, നാഥന്മാരാണ്. അവർക്കാണ് കൺട്രോൾ പവർ ഉള്ളത്. അവരുടെ കയ്യിലാണ് സ്റ്റിയറിംഗ് ഉണ്ടാകേണ്ടത്. അതാണ് ഖവ്വാം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാകുന്നു, നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. 2 കാരണമുണ്ട്.
അത് രണ്ടും പ്രകൃതിപരമാണ്. അതാണ് അതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്താ? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ഏഷ് അലാ ബഅദ്. അതാണ് ഒന്നാമത്തേത്. അതെന്താ? അത് മനുഷ്യരിൽ അവരിൽ ചിലർക്ക് അള്ളാഹു ചിലരേക്കാൾ മികവ് നൽകിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ സൃഷ്ടിപരമായ മികവുണ്ട്. അത് അനിഷേധ്യമല്ലേ? എല്ലാവർക്കും അറിയണമല്ലേ? അതാ പറഞ്ഞത്, സൃഷ്ടിപരമായ വ്യത്യാസമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഇതൊരു പൊതു നിയമമാണ്. ചിലപ്പോൾ നിങ്ങൾ പറയും സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഗവേണിംഗ് പവറുള്ള സ്ത്രീ ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ടാകാം. പൊതു നിയമം പറയുന്നത്, പൊതു നിയമം അങ്ങനെയാണ്. ഇത് തന്നെയും നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഖിൽഖത്തിൻ്റെ വിഷയത്തിലാണ്, സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലാണ്. പുരുഷൻ്റെ ശരീരം പോലെയല്ല സ്ത്രീയുടെ ശരീരം, ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ്. അതല്ലാതെ നന്മയുടെ വിഷയത്തിലല്ല, നന്മയുടെയും തഖ്വയുടെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എത്രയോ സ്ത്രീകളുണ്ട് പുരുഷന്മാരെക്കാൾ മികവുള്ളവർ. അതല്ല ഈ ഉദ്ദേശിച്ചത്. അതാണ് ഒന്നാമത്തെ കാരണം. നമുക്കറിയാം, ഈ പുരുഷ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യരിൽ മാത്രമല്ല, ജന്തുക്കളിൽ പോലും സ്ത്രീ സമൂഹത്തേക്കാൾ ശക്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്, വ്യത്യസ്തമായ കഴിവുള്ളവരാണ് പുരുഷ സമൂഹം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പുരുഷൻ സ്ത്രീയേക്കാൾ നിരുപാധികമായി മികവുള്ളവളാണ് എന്നല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഒരു തെറ്റിദ്ധാരണ ഈ വിഷയത്തിൽ ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഒരു മുസ്ലിം സ്ത്രീക്കും ഈ വാചകത്തിൽ, ഈ ആശയത്തിൽ ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല. ഒരു ഇനം എന്ന നിലക്ക് മാത്രമാണ്, പുരുഷൻ സ്ത്രീ എന്ന ആ വ്യത്യാസം മാത്രമാണ്. അല്ലാത്ത വിഷയത്തിൽ മനുഷ്യരെന്ന നിലക്ക് പുരുഷനും സ്ത്രീയും തുല്യമാണ്, ഒരു വ്യത്യാസവുമില്ല. അത് മനസ്സിലാക്കണം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? മനുഷ്യർ അല്ലെങ്കിൽ വ്യക്തികൾ നോക്കൂ, രണ്ട് തരം, ഒന്ന് മെയിലാണ്, ഒന്ന് ഫീമെയിലാണ്. ശരീരത്തിൻ്റെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മികവ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വ്യത്യാസം ഒരു ദറജ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. എന്താ രണ്ടാമത്തെ കാരണം? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അതാണ് രണ്ടാമത്തെ കാരണം. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അതെന്താ? പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നു. പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നു. നോക്കൂ, ഇസ്ലാമിക നിയമസംഹിത അനുസരിച്ച് പുരുഷനാണ് മഹർ നൽകേണ്ടത്, പുരുഷനാണ് വിവാഹത്തിൻ്റെ ചെലവുകൾ വഹിക്കേണ്ടത്, പുരുഷനാണ് വീടുണ്ടാക്കേണ്ടത്, പുരുഷനാണ് ഡ്രസ്സ് നൽകേണ്ടത്, പുരുഷനാണ് ഈ സ്ത്രീയെ ചികിത്സിക്കേണ്ടത്, പുരുഷനാണ് മരുന്ന് കൊടുക്കേണ്ടത്, പുരുഷനാണ് എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളും ചെയ്യേണ്ടത്, സാമ്പത്തികമായ കാര്യങ്ങളും കുടുംബത്തിൽ നോക്കേണ്ടത് പുരുഷനാണ്. മനസ്സിലായല്ലോ? വെറുതെ അല്ല എന്നർത്ഥം. പിന്നെ ഒരു ലീഡർ വേണം, അത്രയേ ഉള്ളൂ. അത് യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻതും സലാസതൻ ഫഅമിറു അഹദക്കും. നിങ്ങൾ മൂന്നാൾ യാത്ര പോകണമെങ്കിൽ ഒരു അമീർ വേണം, ഒരു ലീഡർ വേണം എന്ന് പറഞ്ഞു. മൂന്നാളുണ്ടെങ്കിൽ പോലും എന്ത് വേണം? ലീഡർ വേണം. എന്തിനാണത്? അതാണ് യഥാർത്ഥത്തിൽ ഒരു വണ്ടി സ്മൂത്തായി പോകാനുള്ള സംവിധാനം. അതാണ്. നോക്കൂ, മൂന്നാളുള്ള യാത്രയിൽ ലീഡർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും വേണ്ടി. അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനസികവും കായികവുമായ ദാർഢ്യം, കഴിവ്, ശക്തി അത് സ്ത്രീയെ അപേക്ഷിച്ച് കൂടുതൽ ആർക്കുണ്ട്? പുരുഷനുണ്ട്. അതുപയോഗിച്ച് അവൻ കൂടുതൽ വിഭവങ്ങൾ ശേഖരിക്കും, സമർത്ഥമായി കാര്യങ്ങൾ നിയന്ത്രിക്കണം. അങ്ങനെ കുടുംബത്തിനാവശ്യമായ ജീവിത വിഭവങ്ങൾ ഒരുക്കി കൊടുക്കണം.
എന്നിട്ട് അവരെ ആ രീതിയിൽ നയിക്കണം. ഈ ഉത്തരവാദിത്വം പുരുഷനുണ്ട്. നേരെ വെച്ച് സ്ത്രീയാണെങ്കിലോ അവളത് വേറെയാണ്. സ്ത്രീ മൃദുലതയാണ്, അലിവാണ്, സ്നേഹമാണ്. അതാണ് സ്ത്രൈണവ പ്രകൃതി എന്ന് പറയുന്നത്. അവരതാണ് പ്രകടിപ്പിക്കേണ്ടത്. അതല്ലല്ലേ തസ്കുനൂ ഇലൈഹ എന്ന് പറഞ്ഞില്ലേ? എന്തിനാണ് പുരുഷനെയും സ്ത്രീയും ഉണ്ടാക്കിയത്? എന്തിനാണ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ സ്ത്രീ പുരുഷ സംവിധാനവും അവർക്കിടയിൽ ഇണ എന്ന രീതിയും എന്തിനുണ്ടാക്കി എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞില്ലേ തസ്കുനൂ ഇലൈഹ. ആ മൃദുലതയുള്ള, അലിവുള്ള, സ്നേഹമുള്ള ആ സ്ത്രൈണവ പ്രകൃതിയിലേക്ക് പുരുഷൻ സമാധാനത്തിന് വേണ്ടി ഓടിച്ചെല്ലണം. പ്രസവം, സന്താന പരിപാലനം, കുടുംബത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തം? ഇതൊക്കെ സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് കുടുംബജീവിതത്തിലെ ലീഡർഷിപ്പിനെ കുറിച്ചായി പറയുന്നത്. കുടുംബജീവിതത്തിലെ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതല്ലാതെ പിന്നെ മറ്റു കാര്യങ്ങളല്ല. മനുഷ്യരെന്ന നിലയിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്, തുല്യരാണ്, തുല്യരാണ്. സംശയമല്ല. മനസ്സിലായില്ലേ? പുരുഷൻ്റെ അവകാശങ്ങളും പുരുഷൻ്റെ സ്വാതന്ത്ര്യങ്ങളും പുരുഷൻ്റെ വിചാരങ്ങളും പുരുഷൻ്റെ വികാരങ്ങളും എത്ര ആദരണീയമാണോ അത്ര തന്നെ ആദരണീയമാണ് സ്ത്രീയുടെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ. ഒരു പുരുഷന് കച്ചവടത്തിലേർപ്പെടാമെങ്കിൽ സ്ത്രീക്കും കച്ചവടത്തിലേർപ്പെടാം. അതാണ് ഇസ്ലാം പറയുന്നത്. ഒരു സ്ത്രീക്ക് പുരുഷന് തൊഴിലിലേർപ്പെടാമെങ്കിൽ സ്ത്രീക്കും തൊഴിലിലേർപ്പെടാം. പക്ഷേ അത് സ്ത്രീയുടെ ബാധ്യതയല്ല. സ്ത്രീ കച്ചവടം ചെയ്ത് കുടുംബം പോറ്റണം എന്ന് ഇസ്ലാം പറയുന്നില്ല. സ്ത്രീ തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റണം എന്ന് പറയുന്നില്ല. പക്ഷേ അവർക്ക് അതാകാം. ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ എഴുത്തുകാരിയാകാം. ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ കലാകാരിയാകാം. ഒരു സ്ത്രീക്ക് പുരുഷനെ പോലെ ജനസേവനം ചെയ്യുന്നവരാകാം. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി സ്ത്രീയുടെ ബാധ്യത കുടുംബ സംവിധാനത്തെ പോറലേൽപ്പിക്കാതെ കൊണ്ടുപോകലാണ്. അതിന് വിഘാതമാകുന്ന രൂപത്തിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇതൊക്കെ ആകാം. ക്ലിയർ അല്ലേ? ഇതാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ.